അങ്ങനെ കുൻഫു പാണ്ട 4 OTT വന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായി കണ്ടു. അഭിപ്രായം പറയാൻ കുറച്ച് ഡിലേ ആയിപ്പോയി വേറെ തിരക്കുകൾ കാരണം. അപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രീം വാരിയർ പുള്ളി അടുത്തൊരു ഡ്രീം വാരിയറിനെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മുടെ മാസ്റ്റർ ആവശ്യപ്പെടുകയാണ്. പുള്ളിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പുള്ളിനെ സ്പിരിച്വൽ ലീഡർ ആക്കാനാണ് തീരുമാനം. അപ്പൊ പുതിയ ആളിനെ ഇതാകും. അതിനിടയ്ക്കാണ് പുള്ളിയുടെ സ്റ്റാഫ് ഓഫ് വിസ്ഡം എടുത്തുകൊണ്ടൊരു പുതിയൊരു വില്ലൻ രംഗത്തിറങ്ങുകയാണ്, ക്യാമലിയോൺ. പുള്ളിക്ക് രൂപം മാറാൻ സാധിക്കും. അപ്പോൾ ആളെ തേടി ഒരു ഷെൻ എന്ന ഫോക്സിന്റെ സഹായത്തോടുകൂടെ ഇറങ്ങിത്തിരിക്കുകയാണ് നമ്മുടെ അപ്പൊ ഇതാണ് സ്റ്റോറി ലൈൻ. പ്രെഡിക്റ്റബിൾ ആണ് കംപ്ലീറ്റ്ലി. പക്ഷെ ഒരു കുംഫു പാണ്ട സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാം. വാച്ചബിൾ മൂവിയാണ്. പ്രെഡിക്റ്റബിൾ ആണെന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ അങ്ങനെ വലിയ രസകരമായിട്ട് കൊണ്ടുപോകുന്ന സ്റ്റോറി ലൈൻ അങ്ങനെയൊന്നും പറയാനില്ല. ഈ നോർമൽ ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്. പിന്നെ പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു രസകരമായിട്ടുള്ളത് പറഞ്ഞാൽ നമ്മുടെ തായ്ലങ്ങ് വരുന്നുണ്ട്. അപ്പൊ അതൊരു രസമായിട്ട് തോന്നി. പിന്നെ പക്ഷെ ഫ്യൂരിയസ് 5 ഇല്ലാത്ത ഒരു ചെറിയൊരു കുറവാണ്. ഒരു രസം തോന്നിയില്ല. സോ കുൻഫു പാണ്ട 4 ആ സീരീസ് ഇഷ്ടപ്പെടുന്നവർക്ക് പോയി കാണാം. കാണാത്തവരുണ്ടെങ്കിൽ പോയി OTT റിലീസായി വന്നിട്ട് ആമസോണിലുണ്ട്, പോയി കാണാം.